ഹലോ ഫ്രണ്ട്സ്, ഞാൻ റോബർട്ട് കിയോസാക്കി. ഞാൻ വളരെ മുൻപ് തന്നെ സുവർണ നിയമം എന്ന് വിളിക്കപ്പെടുന്ന ഒരു നിയമം പഠിച്ചു. ആരുടെ കയ്യിലാണ് സ്വർണ്ണം ഉള്ളത് അവനാണ് ഈ സിസ്റ്റത്തിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഘടന ഒരിക്കലും കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടില്ലെന്ന്. മറിച്ച് നേരെ വിപരീതം, തൊഴിലാളികളെ അനുസരണയുള്ളവരാക്കി നിർത്താനും ആശ്രിതരാക്കാനും കടക്കെണിയിലാക്കാനും അങ്ങനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണിത്. സർക്കാർ നിങ്ങൾ ധനികനാകണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങൾ പ്രവചിക്കാൻ കഴിയുന്നവനായും നിയന്ത്രിക്കാൻ എളുപ്പമുള്ളവനായും എപ്പോഴും കൂടുതൽ ആവശ്യമുള്ളവനായും ഇരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്നവർ എപ്പോഴും ജോലിക്കാരും സ്വയം തൊഴിൽ ചെയ്യുന്നവരുമായിരിക്കുന്നത്. തങ്ങളുടെ വരുമാനത്തിനായി കൂടുതൽ സമയം, കൂടുതൽ ഊർജം, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം നൽകുന്ന അതേ ആളുകൾ. അതേസമയം ബിസിനസ് ഉടമകൾ, നിക്ഷേപകർ, ആസ്തി ഉടമകൾ എന്നിവർ താരതമ്യേന കുറഞ്ഞ നികുതിയാണ് നൽകുന്നത്. ഇതൊരു സിസ്റ്റത്തിൻ്റെ തെറ്റോ കുറവോ അല്ല. ഇത് തുടക്കം മുതലേ ഇങ്ങനെയാണ് കളി നിർമ്മിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഏകദേശം നികുതിയൊന്നും നൽകിയില്ലെന്നറിഞ്ഞപ്പോൾ പലരും ഞെട്ടിപ്പോയി. അവരതിനൊരു തട്ടിപ്പായി, ഒരു അനീതിയായി പറഞ്ഞു. പക്ഷേ സത്യം ഇതാണ്, അദ്ദേഹം വെറും നിയമങ്ങൾക്കനുസരിച്ച് കളിക്കുകയായിരുന്നു. അവ എഴുതപ്പെട്ടതുപോലെ, സ്കൂളുകളിൽ പഠിപ്പിക്കാത്ത, പാഠപുസ്തകങ്ങളിൽ കാണാത്ത നിയമങ്ങൾ. പക്ഷേ അവ ഉപയോഗിക്കാൻ പഠിക്കുന്നവർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന നിയമങ്ങളാണ്. ഏറ്റവും രസകരമായ കാര്യം, ആർക്കും ഈ നിയമങ്ങൾ ഉപയോഗിക്കാമെന്നതാണ്. എന്നിട്ടും ഭൂരിഭാഗം ആളുകളും വശത്തു നിന്ന് വിമർശിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവർ വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നു. അതേസമയം അവർ വെറുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവകാശപ്പെടുന്ന അതേ സിസ്റ്റത്തിൻ്റെ അടിമകളായി തുടരുന്നു. ഇനി മറുവശം നോക്കൂ. എത്ര പ്രശസ്തരായ വ്യക്തികൾ, കളിക്കാർ, കലാകാരന്മാർ, പ്രൊഫഷണലുകൾ എന്നിവർ വലിയ സമ്പത്ത് നേടിയിട്ടും ഒടുവിൽ പാപ്പരായി. ലിസ്റ്റ് വളരെ വലുതാണ്. പക്ഷേ ഒരു പ്രത്യേക കേസ് ഏതാണ്ട് ഒരു ഇതിഹാസമായി മാറി. MC ഹാമർ. തൻ്റെ കരിയറിലെ ഉന്നതിയിൽ അദ്ദേഹം $30 മില്യൺ കൂടുതൽ സമ്പാദിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹം പാപ്പരായി. എല്ലാം നഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് പണം സമ്പാദിച്ചിട്ടും അദ്ദേഹം ഒരിക്കലും അടിസ്ഥാന നിയമം പഠിച്ചില്ല. എന്താണ് അടിസ്ഥാന നിയമം? ആസ്തികൾ നിർമ്മിക്കുക. അദ്ദേഹം വലിയ മാളികകൾക്കും ആഡംബര കാറുകൾക്കും പാർട്ടികൾക്കും വേണ്ടി ചിലവഴിച്ചു. പണം തൻ്റെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ചിലവഴിച്ചു. പക്ഷേ പണം തൻ്റെ പോക്കറ്റിലേക്ക് വരുന്ന ഒന്നും അദ്ദേഹം നിർമ്മിച്ചില്ല. അവസാനം എപ്പോഴും സംഭവിക്കുന്നത് പോലെ ബില്ലുകൾ അടയ്ക്കേണ്ടി വന്നു. സിസ്റ്റം ജയിച്ചു. ഇത് പ്രശസ്തരായ ആളുകൾക്ക് മാത്രം സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾ കരുതുന്നതിന് മുൻപ് സത്യം ഇതാണ്. ഇത് എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് സംഭവിക്കുന്നു. കഠിനാധ്വാനികളായ സത്യസന്ധരായ ആളുകൾ, അവർ നന്നായി സമ്പാദിക്കുന്നു. പക്ഷേ നിയമങ്ങൾ അറിയാത്തത് കൊണ്ട് നിശബ്ദമായി തോൽക്കുന്നു. അവർ സുരക്ഷിതരാണെന്ന് കരുതുന്നു. പക്ഷേ അവർ എപ്പോഴും പതനത്തിൻ്റെ വക്കിലാണ് ജീവിക്കുന്നത്. ഇതാണ് സാമ്പത്തിക അജ്ഞതയുടെ വില. നിങ്ങൾ കളിക്കുകയാണെന്നറിയാതെ കളി തോൽക്കുന്നു. റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം തുടങ്ങിയ സമയത്ത് എനിക്ക് എത്ര അത്ഭുതം തോന്നി എന്ന് ഞാൻ വ്യക്തമായി ഓർക്കുന്നു. പെട്ടെന്ന് കൂടുതൽ നികുതി നൽകുന്നതിന് പകരം സംസ്ഥാനം തന്നെ എനിക്ക് നികുതി ആനുകൂല്യം വാഗ്ദാനം ചെയ്തു. എൻ്റെ മുന്നിൽ ഒരു പുതിയ ലോകം തുറന്നതുപോലെയായിരുന്നു. അതുവരെ എനിക്ക് പഠിപ്പിച്ചു തന്നതെല്ലാം ഇതായിരുന്നു: കഠിനാധ്വാനം ചെയ്യുക, നികുതി നൽകുക, കുറച്ച് ചിലവഴിക്കുക, ബാക്കിയുള്ളത് ലാഭിക്കുക. പക്ഷേ ഞാൻ ആസ്തി നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, സിസ്റ്റം എന്നോട് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് പെരുമാറുന്നതെന്ന്. എനിക്ക് വരുമാനം കിട്ടി. എന്നിട്ടും ഞാൻ എൻ്റെ പരമ്പരാഗത ജോലിയിലുള്ള സുഹൃത്തുക്കളേക്കാൾ കുറഞ്ഞ നികുതിയാണ് നൽകിയത്. പഴയ ധാരണകളിൽ ഇപ്പോഴും വിശ്വസിക്കുന്നവർക്ക് ഇത് അന്യായമായി തോന്നിയേക്കാം. പക്ഷേ യഥാർത്ഥ കളിക്കളത്തിൽ ഇതിന് പൂർണ്ണമായ അർത്ഥമുണ്ടായിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രം മനസ്സിലാക്കുന്ന കാര്യമാണിത്. സിസ്റ്റം ഒരിക്കലും നിഷ്പക്ഷമായിരുന്നില്ല. ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാനല്ല. ഇത് നിയമങ്ങളിൽ വൈദഗ്ധ്യം നേടുന്നവരെ ധനികരാക്കാനും ബാക്കിയുള്ളവരെ ഒരു റാറ്റ് റേസ്, എലി ഓട്ടത്തിൽ കുടുക്കിയിടാനുമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ ആസ്തി നിർമ്മിക്കാതെ ജീവിക്കുമ്പോൾ നിങ്ങൾ ബന്ധിച്ചിരിക്കുന്ന ആ ചങ്ങലകളെ നിങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വലിയ ചോദ്യം കളി നിലവിലുണ്ടോ എന്നതല്ല. വലിയ ചോദ്യം നിങ്ങളൊരു ഉപയോഗശൂന്യമായ കരുവാകുന്നത് തുടരുമോ എന്നതാണ്. അതോ ഒടുവിൽ ബോർഡിൻ്റെ ഉടമകളെ പോലെ കളിക്കാൻ പഠിക്കുമോ എന്നതാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു വലിയ മിഥ്യാബോധമുണ്ട്. ഒരുപാട് പണം സമ്പാദിക്കുന്നത് സമ്പത്തിൻ്റെയും സുരക്ഷയുടെയും ഉറപ്പാണെന്ന് വിശ്വസിക്കുന്നത്. സത്യം ഇതാണ്: നിങ്ങൾ എത്ര സമ്പാദിച്ചാലും ആ പണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് മണൽ പോലെ നിങ്ങളുടെ കൈകളിലൂടെ വഴുതിപ്പോവും. വലിയ സമ്പത്ത് നേടിയിട്ട് നശിച്ചുപോയ ആളുകളുടെ ഉദാഹരണങ്ങൾ ലോകം നിറയെയാണ്.
MC ഹാമറുടെ കേസ് ഒരു പ്രതീകമാണ്. തൻ്റെ കരിയറിൻ്റെ ഉന്നതിയിൽ അദ്ദേഹം $30 മില്യൺ കൂടുതലാണ് സമ്പാദിച്ചത്. ആർക്കും അളക്കാനാവാത്തതെന്ന് തോന്നിയേക്കാവുന്ന ഒരു തുകയായിരുന്നു അത്. പക്ഷെ അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? കാരണം അദ്ദേഹം ഒരിക്കലും പണം സമ്പാദിക്കുന്നതും ആസ്തി നിർമ്മിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചില്ല. അതിൻ്റെ പരിഹാരം വലിയ മാളികകൾക്കും ആഡംബര കാറുകൾക്കും ഗംഭീരമായ പാർട്ടികൾക്കും മറ്റുള്ളവരെ ആകർഷിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ചിലവഴിച്ചു. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് തുടർച്ചയായി വിഭവങ്ങൾ ഇല്ലാതാക്കി. അദ്ദേഹം വാങ്ങിയതൊന്നും പണം തൻ്റെ അക്കൗണ്ടിലേക്ക് തിരികെ കൊണ്ടുവന്നില്ല. അവ വെറും ബാധ്യതകളായിരുന്നു. തുടർച്ചയായ ചിലവുകൾ, ഉറവിടങ്ങൾ എപ്പോഴും സംഭവിക്കുന്നത് പോലെ ബില്ലുകൾ അടയ്ക്കേണ്ടി വന്നു. അങ്ങനെ സംഭവിച്ചപ്പോൾ അദ്ദേഹം നിർമ്മിച്ച ജീവിതശൈലിയെ നിലനിർത്താൻ അദ്ദേഹത്തിന് ഒരു ആസ്തിയും ഉണ്ടായിരുന്നില്ല. ഈ ഉദാഹരണം കലാകാരന്മാരിലോ പ്രശസ്തരിലോ മാത്രം ഒതുങ്ങുന്നില്ല. ഇത് ഡോക്ടർമാർക്കും വക്കീലന്മാർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാ മാസവും വലിയ തുകകൾ സമ്പാദിക്കുന്ന വിജയിച്ച ബിസിനസ് ഉടമകൾക്കും സംഭവിക്കുന്നു. പലരും വലിയ ഫൈനാൻസ് വീടുകളിലും തവണകളായി വാങ്ങിയ ഇറക്കുമതി ചെയ്ത കാറുകളിലും പൂർണ്ണമായി നിറഞ്ഞ ക്രെഡിറ്റ് കാർഡ് പരിധികളിലും ജീവിക്കുന്നു. ഉയർന്ന ശമ്പളം സുരക്ഷയുടെ ഒരു മിഥ്യാബോധം സൃഷ്ടിക്കുന്നു. പക്ഷേ ആസ്തിയുടെ അഭാവം അവരെ ദുർബലരാക്കി നിർത്തുന്നു. ഒരു സാമ്പത്തിക പ്രതിസന്ധി, അപ്രതീക്ഷിതമായ പിരിച്ചുവിടൽ, അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രശ്നം, ഇത് മതി ചീട്ടുകൊട്ടാരം മുഴുവൻ തകർന്നടിയാൻ. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ മുൻപ് എത്ര സമ്പാദിച്ചു എന്നതിൽ കാര്യമില്ല. കാരണം ഒന്നും തുടർച്ചയായ പണത്തിന് ഒഴുക്കായി മാറിയിരുന്നില്ല. എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ എന്നേക്കാൾ കൂടുതൽ വരുമാനമുണ്ടായിരുന്ന സഹപ്രവർത്തകരോടൊപ്പം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. കഴിവുള്ള പുരുഷന്മാരും സ്ത്രീകളും ഉടനടിയുള്ള വിജയത്തിൻ്റെ പ്രകടനം മാത്രമാണ് രഹസ്യമെന്നാണ് വിശ്വസിച്ചിരുന്നത്. പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നതെല്ലാം അവർ വാങ്ങി. പക്ഷേ അവർക്ക് ലാഭമോ ആസ്തികളോ ഉണ്ടായിരുന്നില്ല. ഓരോ കൂടിക്കാഴ്ചയിലും ഉത്കണ്ഠ വ്യക്തമായി കാണാമായിരുന്നു. കടത്തിൽ മാത്രം നിലനിന്നിരുന്ന ആ ജീവിതശൈലി നഷ്ടപ്പെടുമോ എന്ന ഭയം. അവർ ഒരു വില കൂടിയ ജീവിതശൈലിയുടെ അടിമയായി മാറി. ബാധ്യതകൾ കൊണ്ട് അടച്ച ഒരു ആഡംബരം ഒരു സ്വർണ്ണക്കൂടല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഏറ്റവും വലിയ ദുരന്തം ഈ തെറ്റ് ദിവസവും ലക്ഷക്കണക്കിന് സാധാരണക്കാർ ആവർത്തിക്കുന്നു എന്നതാണ്. കഠിനാധ്വാനം ചെയ്യുന്ന, നല്ല ശമ്പളം സമ്പാദിക്കുന്ന ആളുകൾ, പക്ഷേ എല്ലാം ഉപഭോഗത്തിൽ ചെലവഴിക്കുന്നു. അവർ സമൃദ്ധിയെ പ്രകടനവുമായി തെറ്റിദ്ധരിക്കുന്നു. ഗ്യാരേജിലെ പുതിയ കാർ, 30 തവണകളായി അടച്ച ടെലിവിഷൻ, ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്ന് അടച്ച യാത്ര, ഇവ സമ്പത്തിൻ്റെ സൂചനകളായി തോന്നിയേക്കാം. പക്ഷെ അവ വെറും മറിഞ്ഞിരിക്കുന്ന ചങ്ങലകളാണ്. അവർ ഒടുവിൽ മനസ്സിലാക്കുമ്പോഴേക്കും അവർ കടത്തിൻ്റെ ആ വലിയ അത്രത്തോളം കുടുങ്ങിയിട്ടുണ്ടാവും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതാണ്ട് അസാധ്യമാകും. പ്രശ്നം നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതല്ല, മറിച്ച് നിങ്ങൾ സമ്പാദിക്കുന്നത് എങ്ങനെ പോകുന്നു എന്നതാണ്. ഓരോ പൈസയും ബാധ്യതകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരവസാനമില്ലാതെ ട്രെഡ്മില്ലിൽ ഓടുകയാണ്. എല്ലാ മാസവും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷേ ഒരിടത്തും എത്തുന്നില്ല. സിസ്റ്റവും